ഹലോ! ഹെൽപ്പ് മീ ലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. കഴിഞ്ഞ വ്ളോഗിലേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾ തിരുവല്ലായിൽ കുമ്പനാട് കൺവെൻഷന് വരുന്നുണ്ടെന്ന്. അപ്പോൾ കൺവെൻഷന് പോയ വിശേഷങ്ങളും വേറെ കുറേ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോ കാണുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു അവിടെ വെച്ച് കാണാമെന്ന്. പിന്നെ കുറേ പേര് ഈ കൺവെൻഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ വിദേശത്തൊക്കെയാണിപ്പോൾ, അവർ ശരിക്കും മിസ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഒരു കൺവെൻഷനൊക്കെ പോയി അറ്റൻഡ് ചെയ്യുമ്പോൾ ഒന്നാമത് എനിക്ക് അല്പം സഭാകമ്പം ഉണ്ട്. ഇങ്ങനെ പബ്ലിക്കായിട്ടൊക്കെ വീഡിയോ എടുക്കാൻ അത്ര എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഇത്രയും മാത്രമേ ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളൂ. വേറെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നേരെ നമ്മുടെ വിശേഷങ്ങൾ കാണാം. രാവിലെ 5 മണിക്ക് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് കാലാവസ്ഥ നല്ല ചൂടാണല്ലോ. ഐസ് ബോക്സിനകത്ത് ദാണ്ട ഐസ് ഇട്ടു. വെള്ളമൊക്കെ കൊണ്ടുപോകാനായിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. പക്ഷേ 2 ദിവസം മുമ്പേ വലിയ പാത്രത്തിലാക്കി ഐസ് വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു കുപ്പി നമ്മുടെ കൈ ഇരുന്നോട്ട് കേട്ടോ. ഒരു കൊച്ചു കുപ്പി എൻ്റെ ബാഗിലും വേണം. അത് ഇരുന്നോട്ട്. ഇത് എന്നിട്ട് വീണ്ടും ബാഗിൽ എടുത്ത് വെച്ചാൽ മതി. ഞങ്ങൾ എവിടെ പോയാലും മാക്സിമം ഇതുപോലെ വെള്ളമൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കും കേട്ടോ. കഴിവതും പുറത്തു നിന്നും അങ്ങനെ അധികം ഒന്നും മേടിക്കാറില്ല. എന്നാൽ അത്യാവശ്യം വന്നാൽ മേടിക്കണ്ട എന്നല്ല. പക്ഷേ എപ്പോൾ പോയാലും ഇതുപോലെ വെള്ളമോ എന്തെങ്കിലും കയ്യിൽ കരുതും. കൂടുതലും നമുക്ക് വെള്ളമാണല്ലോ ആവശ്യം. കുറച്ച് ഓറഞ്ചും എടുത്തു. അപ്പം വെള്ളം എടുത്തു. ഈ വെള്ളം എന്ന് പറയുന്ന തണുത്ത വെള്ളമല്ല, തിളപ്പിച്ചാറിയ വെള്ളം കുപ്പിക്കകത്താക്കി ഐസിനകത്തോട്ട് ഇട്ടിരിക്കുന്നതാണ്. ഇത് മാതള നാരങ്ങ ഇന്നലെ രാത്രിയിലെ പൊളിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അത് ആ ബോക്സോടെ എടുത്ത് അതിനകത്തോട്ട് ഇട്ടതാണ്. ഒന്ന് പരീക്ഷിക്കാൻ കൂടിയായിരുന്നു കേട്ടോ. കാരണം ഈ ഐസിൻ പെട്ടിക്കകത്ത് എത്രത്തോളം തണുപ്പ് നിൽക്കും എന്നൊക്കെ ഒന്ന് അറിയുകയും വേണമായിരുന്നു. ഇതുവരെ അങ്ങനെ ലോങ് ട്രിപ്പ് അങ്ങനെ ഇത് കൊണ്ടുപോയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഐസ് പെട്ടിയാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ അവസാനം പറയാമേ. വെൽക്കം ടു കുമ്പനാട്. നൈസ് ടു മീറ്റ് യു. അതിപ്പോൾ കുറേ രാവിലെ എത്തി. സീറ്റ് വെക്കുക വെച്ചാ ഇടയ്ക്കെങ്ങാനും എടുക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പിന്നെ ബാക്കിൽ നിന്ന് എടുക്കണ്ടേ? ആ സീറ്റ് താഴെ വെച്ചാൽ പോരായിരുന്നു? അപ്പോൾ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അതിൻ്റെയാണ് മുറ്റത്തിറങ്ങിയപ്പോൾ അതിൻ്റെ റെക്കോർഡൊക്കെ കേട്ടത്. അപ്പോൾ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. ചർച്ചിൽ പൊതുവെ ഞായറാഴ്ച ഞങ്ങൾ രണ്ടുപേരും വെള്ള ഡ്രസ്സായിരിക്കും കേട്ടോ. വെള്ള ഷോളില്ലായിരുന്നല്ലോ. ഇത് കണ്ടോ എൻ്റെ കൈ ലാസ്റ്റ് ഇപ്പോഴത്തെ പുതിയ ബാച്ച് അച്ചാറിട്ടപ്പോൾ പൊള്ളിയതാണ്. ഓരോന്നും അങ്ങോട്ട് മാറി മാറി വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അടുത്തത് കിട്ടുക എത്രയൊക്കെ ശ്രദ്ധിച്ചാലും. അപ്പോൾ രാവിലെ ഒരുങ്ങി ഇറങ്ങി. ഒരുക്കത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ റെഡിയാകാൻ ടൈം എടുക്കുന്നത് ജോസ്റ്റാനാണ് കേട്ടോ. എനിക്ക് കുളിച്ചിറങ്ങി ഡ്രസ്സിട്ട് മുടി ചെയ്യുക ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഒരു സമയമില്ല. പ്രത്യേകിച്ചും ഫേസിൽ എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ പൗഡർ ഇടുക, ഇതൊന്നുമില്ല കേട്ടോ. ഞാനൊരു പൗഡർ പോലും ഇടാറില്ല. ഒറ്റ ക്രീമും ഫേസിൽ ഇടാറില്ല. ജസ്റ്റ് കുളിച്ച് വൃത്തിയായി ഇറങ്ങി ഡ്രസ്സിട്ടു മുടി ചെയ്യുക, ഇത്രയും മാത്രമേ ഉള്ളൂ എൻ്റെ ഒരുക്കം എന്ന് പറയുന്നത്. പക്ഷേ ജോസാൻ അതിനേക്കാൾ സമയമുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ തിരിച്ച് ഓപ്പോസിറ്റാണ്. പൊതുവെ സ്ത്രീകൾക്കാണ് ഒരുങ്ങിയിറങ്ങാൻ കൂടുതൽ സമയം, മേക്കപ്പ് ഇടണം ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ തിരിച്ചാണ്. ജോസൻ അത്യാവശ്യം ക്രീമൊക്കെ ഇട്ട് നല്ലതായിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ഇറങ്ങുന്നത്. ഞാൻ ഇത്തിരി ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാറുണ്ട്, അല്ലാതെ വേറെ ഒന്നും അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ യാത്ര എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞു, നല്ല സുഖമുള്ള യാത്രയാണ്. ഞങ്ങൾ ഒരു 6:15-നും 6:30-ക്കും ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ജോസൻ്റെ രാവിലെ 6 മണിക്ക് ഇറങ്ങണമെന്ന് തലേന്നേ പറഞ്ഞായിരുന്നു. പക്ഷേ 6 മണിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ. 6:15, 6:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം ഇങ്ങനെ ഓരോ ചെറുത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോങ് യാത്ര കേട്ടോ. അമ്മയുടെ അടുത്ത് ഇങ്ങനെ കാറിലാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. വേണ്ട പോണ്ട, ഭയങ്കര തിരക്കാണ്, ഇതുവരെ അത്രയും ലോങ് ആയിട്ട് ഓടിച്ചിട്ടില്ല, നിങ്ങൾ പോവല്ലേ എന്നൊക്കെ പറഞ്ഞു.
ഒരു 7:45 ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. ഞങ്ങൾ അങ്ങ് ഹോള് വരെ വണ്ടി കൊണ്ടുപോയില്ല. അതിൻ്റെ ബാക്കിൽ ഇത്തിരി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടയ്ക്കാണെങ്കിലും ഇറങ്ങി വരാൻ പറ്റി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പാട്ടുകളും അങ്ങനെയുള്ള സംഭവങ്ങളും ഒന്നും കയറ്റാത്തത് കോപ്പിറൈറ്റ് വന്നാലോ എന്ന് ചിന്തിച്ചാണ് കേട്ടോ. കാരണം ഓൾറെഡി ഈ കൺവെൻഷൻ്റെ എല്ലാം ലൈവായിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കോപ്പിറൈറ്റ് വന്നാലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാനതൊന്നും ഉൾപ്പെടുത്താത്തത്. 7:45 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് മീറ്റിംഗ് തുടങ്ങിയിരുന്നു. ഇടയ്ക്ക് ഇറങ്ങേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ബാക്കിലാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ ഈ 7:45 തൊട്ടൊരു 11:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. കർത്തൃമേശയും കഴിഞ്ഞു, ഓഫറിങ്ങും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് ഇറങ്ങിയത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-15 ഹെൽപ്പ് മീ ലോഡ് ഫാമിലി മെമ്പേഴ്സിനെ എനിക്ക് കാണാൻ പറ്റി. കുറച്ച് ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു ഹാളിലേക്ക്. ആ നടന്നു പോകുന്നതിനിടയ്ക്ക് 2-3 കൂട്ടർ വണ്ടി കാറിനകത്തിരുന്ന് അയ്യോ ഹെൽപ്പ് മീ ലോഡ് ചേച്ചിയല്ലേ അല്ലേ, ഹെൽപ്പ് മീ ലോഡ് ബെൻസി ചേച്ചിയല്ലേ അല്ലേ, ബെൻസി ആൻറ്റി അല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കൈ കാണിച്ച്. ഇപ്പോൾ റോഡ് നല്ല തിരക്കാണല്ലോ, അതുകൊണ്ട് ആരടുത്തും ആരാണെന്നോ എവിടെ നിന്നാണെന്നോ എന്തുവാണെന്നോ ഒന്നും എനിക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാൻ കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് കാണിച്ചതാണ്. സ്റ്റോൾ ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ നമ്മുടെ എലമെൻസിൻ്റെ ഒരു ഭാഗം തന്നെ അവിടെ ഇരിക്കുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റും വന്നായിരുന്നു, ചേച്ചി കുമ്പനാട് പോയപ്പോൾ എലമെൻസിൻ്റെ കണ്ടിട്ട് ചേച്ചിയെ ഓർത്തെന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി എടുത്തതാണ് കേട്ടോ. ഒത്തിരി ജസ്റ്റ് ഒരു 2 മിനിറ്റ് ജസ്റ്റ് 1-2 സ്റ്റോളൊന്ന് കണ്ടതേ ഉള്ളൂ. എനിക്ക് ഇതിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. ജോസ നിർബന്ധിച്ചപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. നല്ല തിരക്കും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങ് ഇറങ്ങി. അപ്പോൾ തിരിച്ചിറങ്ങിയ വഴിക്കും കുറേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു. അതിൽ ഒരു മോനോടൊപ്പം ഒരു ഫോട്ടോയും എടുത്തു. ഞാൻ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയപ്പോൾ ബാക്കിൽ നിന്ന് ബെൻസി ആൻറ്റിന്ന് ഒരു വിളി കേട്ടാൽ തിരിഞ്ഞ് നോക്കിയത്. അപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്നതാണ് ചേച്ചി. ഇന്നലെ കൂടി സിറ്റ് ഔട്ടിലിരുന്ന് ഞങ്ങൾ വീഡിയോ കണ്ടതേ ഉള്ളൂ. അമ്മയും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്, അവർക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ, ഭയങ്കര സന്തോഷമാകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ ഹാളിനകത്തായിരുന്നു, ഞങ്ങളിങ്ങനെ റോഡിൽ ഇറങ്ങിയായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര അതിശയമായിപ്പോയി കേട്ടോ. കാരണം ആൺകുട്ടികൾ പോലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ധാരാളം പേരുണ്ട്. എനിക്ക് തോന്നുന്നു പേര് സുജിത്ത് എന്നാണ് പറഞ്ഞതെന്ന് ആണോ അല്ലയോ ക്ഷമിക്കണേ. സുജിത്ത് എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. ബാക്കി ആരുമായിട്ടും അങ്ങനെ ഫോട്ടോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വരെ നിന്നിരുന്നുവെങ്കിൽ ധാരാളം പേരെ, എണ്ണുന്നതിലും അപ്പുറം പേരെ എനിക്ക് കാണാൻ പറ്റിയേനെ, എന്നെ തിരിച്ചറിയാനേനെയും തോന്നുന്നു. കാരണം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും പേര് കണ്ട് ഹായ് പറഞ്ഞു സംസാരിച്ചുവെങ്കിൽ ലാസ്റ്റ് വരെ നിൽക്കുമ്പോൾ ഞാൻ ജോസാൻ്റെ അടുത്ത് പറയുമായിരുന്നു, ലാസ്റ്റ് വരെ നിന്നായിരുന്നെങ്കിൽ കുറേ പേര് നമ്മളെ തിരിച്ചറിഞ്ഞേനെ ജോസാന്ന്. ഞങ്ങൾ ഇരുന്നിടത്തോട്ട് വെയിലടിക്കാനും തുടങ്ങി. എല്ലാവരും അങ്ങനെ എണീറ്റ് പോയി. വേറെ ഇരിക്കാൻ സ്ഥലവും ഇല്ലല്ലോ. ഇരിക്കായിരുന്നു. ഞാൻ നോക്കിയപ്പോ എല്ലാരും ഭാര്യയും ഭർത്താവും എല്ലാം വന്നിരിക്കുക. ഞാൻ വിചാരിച്ചു പക്ഷെ ഞങ്ങൾ ഇരുന്നിടത്ത് അങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പുറകിലായിരുന്നു ഫുള്ളായി. നമ്മൾ ചെന്നപ്പോ ഫ്രണ്ട് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആളുകൾ പോയായിരുന്നു. അങ്ങനെ കുമ്പനാടേ. കഴിഞ്ഞ വർഷം ഞാൻ പോയില്ല, ദിവസം പോയായിരുന്നു. ഇപ്രാവശ്യം അതുകൊണ്ട് നേരത്തെ പറഞ്ഞായിരുന്നു പോകുവാണെങ്കിൽ 2 പേരൂടെ പോകത്തുള്ളെന്ന് ഇപ്രാവശ്യം നേരത്തോട്ടേ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കുമ്പനാട്. കാരണം ഈ നാട്ടിലില്ലായിരുന്നല്ലോ ഈ കൺവെൻഷൻ സമയത്തൊന്നും. വരുവാണെങ്കിൽ ലീവ് മാർച്ച്, ഏപ്രിൽ, മെയ് ഇങ്ങനെ. മാർച്ച് വരത്തില്ല, ഏപ്രിൽ, മെയ് ഇങ്ങനെയൊക്കെയല്ലേ വരുന്നത്. അപ്പോഴത്തേക്ക് കൺവെൻഷൻ എല്ലാം കഴിയും. പിന്നെ കഴിഞ്ഞ വർഷം ഉള്ളായിരുന്നു നാട്ടിൽ കൺവെൻഷൻ സമയം ആദ്യമായിട്ട്. അങ്ങനെ കൺവെൻഷൻ കൂടി. അടുത്ത കൺവെൻഷൻ TBMന്റെ. അത് കഴിഞ്ഞ വർഷം പോയായിരുന്നു ഞാൻ. ജോസാൻ 1-2 ദിവസം പോയിരുന്നു, ഞാൻ ഒരു ദിവസം, ലാസ്റ്റ് ദിവസം. അടുത്ത എന്റെ കൺവെൻഷൻ ഹോട്ടലിൽ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം. കൊള്ളാൻ തോന്നുന്നു. 12 മണിയായി. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതും. അപ്പം കുറേ നേരമായിട്ട് ഹോട്ടലിൽ തപ്പി നടക്കുക. കിട്ടുന്നില്ല. ഇപ്പം താണ്ട് ഒരെണ്ണം ഊണ് റെഡിന്ന് കാണുന്നു. അങ്ങോട്ടൊന്ന് കയറട്ടെ. വണ്ടിയൊക്കെ ഇരച്ചിരച്ച് ഒരു വശം.
ഭേദമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ അവസാനം ഞങ്ങൾക്കൊരു ഹോട്ടൽ കിട്ടി. സാധാ ഊണാണ് പറഞ്ഞ കേട്ടോ. ബിരിയാണി, നൂഡിൽസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷേ ജോസാൻ ഊണ് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഊണ് പറഞ്ഞു. ആദ്യം ഞാൻ വിചാരിച്ച് ബിരിയാണി പറയാമെന്ന്. ഒരാൾ ചോറും ഒരാൾ ബിരിയാണിയും. അപ്പോൾ 2 പേർക്കും ചോറ് പറഞ്ഞു. കടക് ഹോട്ടലുകൾ ഇഷ്ടം പോലെ കണ്ടു. പക്ഷേ സൺഡേ ആയതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട 70% അടവാണ്. കറികളൊക്കെ കിണ്ണത്തിലാണ് കേട്ടോ. അപ്പോൾ 3 കിണ്ണം കാലിയായിട്ടിരിക്കുന്ന ഞാൻ എൻ്റെ ചോറ് പാത്രത്തിൽ കറി വെച്ചതാണ്. അതായത് മോര് കറിയും അവിയലും പാവയ്ക്കാത്തോരനും ഞാൻ പാത്രത്തിലോട്ടിട്ടു. പിന്നെ വെള്ള കളറിലത് പായസമാണ് കേട്ടോ. പിന്നെ പച്ചടി, സാമ്പാർ, ഈ അച്ചാറ്, പപ്പടം. ചോറിൻ്റെ കൂടെയുള്ള കറികൾ എത്ര വേണേലും തരും കേട്ടോ. രണ്ടാമത് ഞാൻ അവിയലും പച്ചടിയൊക്കെ മേടിച്ചായിരുന്നു. ഒരു മീൻ കറിയും മേടിച്ചു, ഒരു മീൻ ഫ്രൈയും മേടിച്ചു. മീൻ കറിക്കകത്ത് ഒരു പീസും കറിയും. മീൻ വറുത്തത് അയല ഫ്രൈ ആണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇത്തിരി കൂടുതലായിട്ട് തോന്നി. മീൻ കറി, മീൻ വറുത്തത് ഒരെണ്ണം 130, ഒരെണ്ണം 150. എനിക്ക് തോന്നുന്നു കറിക്കാണ് 150, വറുത്തതിന് 130. അതോ തിരിച്ചാണോ ഓർക്കുന്നില്ല. പക്ഷെ രണ്ടിനൂടെ 280 രൂപയായി. ഒരു ഊണിന് 50 രൂപ, 2 ഊണൂടെ 100 രൂപ, വെള്ളത്തിന് 20 രൂപ. സാധാരണ ഹോട്ടലിലൊക്കെ വെള്ളം ഫ്രീ ആയിട്ടാണ് തരുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഹോട്ടലിൽ വെള്ളത്തിൻ്റെ വില കാണുന്നത്. അപ്പോൾ ഊണിന് ഇത്തിരി കൂട്ടിയ റേറ്റ് ഇട്ടാലും കുഴപ്പമില്ല. കാരണം 50 രൂപയുടെ അല്ല, കുറഞ്ഞത് 80 ഇട്ടാലും മോശമില്ല. പക്ഷേ മീനിൻ്റെ വില കണ്ടിട്ട് ഇത്തിരി ഞാനൊന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ വിശാലമായ ഊണ് കഴിഞ്ഞു. നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സാധാ ഹോട്ടലിലൊക്കെ കയറുമ്പം ആദ്യം ഇലയിട്ട് എല്ലാം വിളമ്പി തരുമല്ലേ. ഇതൊരു കിണ്ണത്തിനകത്ത് വേണമെങ്കിൽ പിന്നെയും കൊണ്ട് തരും. നല്ല ഊണായിരുന്നു. ഊണ് കഴിച്ചു കഴിഞ്ഞപ്പം ഉറക്കം വരുന്നോന്നൊരു സംശയം. ദോശ ഉറങ്ങല്ലേ. ജോസന വളരെ പറയുന്നുണ്ട് വീട്ടിൽ ചെല്ലുക ഉറങ്ങുകയെന്ന്. ദിവസം ഉറങ്ങാതിരിക്കാൻ ഞാൻ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴേ ഉറങ്ങിയേനും. രാവിലെ 6:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 6 മണിക്ക് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. റെഡിയായി വന്നപ്പോഴത്തേക്ക് 6:30 ആയി. ജോസാൻ ഐസ് പെട്ടി നിറച്ച് ഐസ് ഇട്ട് വെള്ളമൊക്കെ ഇട്ട് ഫ്രൂട്ട്സൊക്കെ ഇട്ട് എന്നെയും കൊണ്ട് ഇന്നലെ രാത്രി ആ മാതള നാരങ്ങ ആനാറ് പൊളിപ്പിച്ച് തൊട്ടിട്ടില്ല കേട്ടോ. അതുപോലെ വണ്ടിയിലിരിപ്പുണ്ട്. ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, ക്രീം ബന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഒന്നും എടുത്തിട്ടില്ല. അതുപോലെ എനിക്ക് തണുത്ത വെള്ളം കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നല്ല വെയിൽ കേട്ടോ, നല്ല വെയിൽ. നേരം ഞാൻ ഇന്നലെ തൊട്ടേ പറയുന്നുണ്ട് ദിവസം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വണ്ടിയിലാണ് പോകുന്നത്, അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒന്നും ഇത്രയും ആവശ്യമില്ല. സാധാരണ ഒരുപാട് നടന്ന് കാണാത്തോണ്ടാ ഞാൻ സാധാ എവിടെ പോയാലും എൻ്റെ ബാഗിൽ ഒരു കുപ്പി വെള്ളം കാണും. അത് മാറത്തില്ല. എവിടെ പോയാലും വീടിനടുത്ത് പോയാൽ പോലും പ്രയറിന് പോയാൽ പോലും ഞാൻ കുപ്പിയും വെള്ളം കൊണ്ടാണ് പോകുന്നത്. അതെൻ്റെ ഒരു ശീലമാണ്. പിന്നെ ജോസാൻ്റെ ഇതെന്ന് പറയുന്നത് അവിടെ പർച്ചേസിങ്ങിന് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കാണാനായാലും ഓരോന്ന് കാണാനായാലും എനിക്ക് അതിനോടൊന്നും അത്ര താല്പര്യമില്ല. കാരണം എല്ലായിടത്തും എല്ലാ സെൻറ്ററിലും ബൈബിള്, പിന്നെ സ്കാർഫ്, ഷോള്, വെള്ള ഡ്രസ്സുകൾ, വെള്ള ചുരിദാറ്, വെള്ള ഡ്രസ് പീസ്, വെള്ള ഷർട്ട്, പിന്നെ കുറേ കളിപ്പാട്ടങ്ങൾ, ഇതൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇച്ചിരി ഞാനൊന്ന് കണ്ടപ്പോൾ അതോ തെള്ളെന്ന് പറഞ്ഞാൽ അന്യായ തെള്ള അതിനകത്ത്. നമ്മൾ വെറുതെ എന്തിനാ നടക്കുന്ന ഈ വെയിലത്ത്, നമുക്ക് പോകാമെന്നു. അതിന് ദിവസം എന്നെ കളിയാക്കുക ഞാൻ എവിടെ പോയാലും അതിനൊന്നും താല്പര്യമില്ലെന്ന്. എല്ലായിടവും ഒന്ന് തന്നെ, പിന്നെ എന്ത് ഇത്ര കാണാനായിട്ട്. എനിക്കൊന്നും വേണ്ട താനേ. എനിക്ക് ഓൾറെഡി സ്കാർഫ് 2-3 ഉണ്ട്. ദിവസം പറഞ്ഞ് എനിക്ക് ഒരെണ്ണം മേടിക്കുന്നു. ഞാൻ പറഞ്ഞു ഒരു സൺഡേ ഒരെണ്ണമല്ലേ എടുത്തുള്ളൂ, പിന്നെ എന്തിനാ വെറുതെ മേടിച്ചു വെക്കുന്നത് നമ്മൾ. അതൊക്കെയാണ് വിശേഷങ്ങൾ.
എന്തേലും ഒന്ന് പറയൂ. കുമ്പനാടേ കുമ്പനാടേ കുമ്പനാടേ, ഒരു മാസം മുമ്പ് തുടങ്ങിയതാ കുമ്പനാട്. എന്തെങ്കിലും പറഞ്ഞാലും ഫൈനടിക്കും. അയ്യ, ക്യാമറ ജോസൻ വാഗൊണ്ടല്ലേ സംസാരിക്കുന്നത്? അത് ക്യാമറയിൽ പകരും. ജോസൂട്ടിയും വെള്ള ഞാൻ വീട്ടിൽ കൊണ്ട് എത്തിക്കാൻ നോക്കുവായിരുന്നു. വെള്ള ഫുള്ള് വെള്ള. അയ്യോ, എനിക്ക് ഹോട്ടലിൽ ഇരുന്ന് കഴിച്ചപ്പം പേടിയായിരുന്നു. ഞാൻ എപ്പോൾ കഴിച്ചാലും എൻ്റെ ഷോളിൽ എന്തേലും ഇച്ചിരി വീഴും. ഞാൻ സൂക്ഷിച്ച് കഴിക്കുമായിരുന്നു, വെള്ളയായതുകൊണ്ട്. ഞങ്ങളുടെ വീടിനോട് അടുക്കാറായി. ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള ചെറിയ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഒരു മിനിറ്റ് ഇല്ല, 1 മിനിറ്റ് അല്ല 2 മിനിറ്റ് കൊടുക്കും. എങ്ങനെയോ ഏറ്റവും വലിയ 2 അല്ല 5 മിനിറ്റ്. ഇനിയിപ്പം 10 മിനിറ്റ് ആവും. ചുമ്മാ പറയുക. മതി. നല്ല ഫൈനായിട്ട് തൂത്തിട്ട മുറ്റമാണ്. ചുമ്മാ കൊണ്ടുപോയി. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ ദിവസം ഇതിൻ്റെ ആവശ്യമില്ല. നിനക്കറിയാൻ വയ്യാഞ്ഞ ക്യൂരിയോസിറ്റി കാരണം തുറന്നു നോക്കുന്നു, വെള്ളത്തിന് തണുപ്പുണ്ടോ, ഐസ് കട്ട ഇട്ടത്. അകത്തുനിന്ന് തുറക്കാം. തണുപ്പോട് തന്നെ ഇരിക്കുന്നു. ഐസും അതുപോലുണ്ടേ, ഐസ് വെട്ടി. അയ്യോ, കണ്ട നല്ല തണുത്തിരിക്കുക. ഐസ് കണ്ടോ, അതുപോലെ ഉണ്ട്. ഇത്ര മണിക്കൂറായിട്ടും ഞാൻ വിചാരിച്ച അലിഞ്ഞു പോയിരിക്കുന്നു. തണുത്തോളം ഇങ്ങടിച്ച കുടിക്കട്ടെ. ലോങ് ട്രാവലിന് കൊള്ളാം. ഇതോ ഭയങ്കര തണുപ്പ്, ഭയങ്കര ഐസ്. ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കുന്നതിനേക്കാൾ തണുപ്പ്. കുടിക്കാൻ പറ്റത്തില്ല, ഡൈല്യൂട്ട് ചെയ്യണം. പല്ലൂടെ കൊച്ചുന്നു, അത്ര തണുപ്പ്. എൻ്റെ കൈയെല്ലാം ഇതാ. താക്കോലെന്തിയെ തോണ്ടേ. സൂപ്പർ സാധനമാണിത്. 6:30 തൊട്ട് ഇപ്പോൾ സമയം 1:30 കഴിഞ്ഞു. ഇത്രയും മണിക്കൂർ എനിക്കൊന്ന് രാത്രി വരെ അതുപോലെ ഇരിക്കുമെന്ന് ഐസ്. രാവിലെ പോകുമ്പോൾ മുറ്റത്ത് ഒറ്റക്കരിയിലില്ലായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള അവസ്ഥ ഇതാണ്. സാധാരണ ജോസ്യാൻ 2-3 പ്രാവശ്യം, ചിലപ്പോൾ 4 പ്രാവശ്യമൊക്കെ തൂക്കുന്ന കാണാം. കാരണം ഇൻ്റർലോക്ക് ആയതുകൊണ്ട് ഇത്തിരി എളുപ്പമുണ്ട്. പക്ഷെ ബാക്കിയുള്ള മുറ്റം അങ്ങനെയല്ലല്ലോ. എൻ്റെ ഊപ്പാടാണോ. കാരണം നടുവൊന്നും അനക്കാൻ വയ്യ. മറ്റേ ഞാൻ എന്നും തൂക്കുമായിരുന്നു. ഇപ്പം പക്ഷേ 2 ദിവസം കൂടുമ്പോഴാണ്. ജോസാൻ പറയാൻ ഭയങ്കര ഡയലോഗ് അടിക്കും. അവിടെ കിടക്കട്ടെ, ആരെണ്ട് നോക്കാൻ വരുന്നോ, ചോദിക്കാൻ വരുന്നോ, എല്ലാം പൊഴിഞ്ഞിട്ട് അവസാനം നമുക്ക് ഒരുമിച്ച് തൂക്കാമെന്ന്. ഞാൻ പറയാം, ജോസാൻ അങ്ങ് പറഞ്ഞാൽ മതി. ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് അവരുടെ മനസ്സിൽ പോകാൻ, ഈ പെൺപിള്ളയ്ക്ക് ജോലിയൊന്നുമില്ലേ. കാരണം നമ്മൾ സ്ത്രീകളെ കുറ്റം പറയത്തുള്ളൂ, ആരും ആണുങ്ങളെ കുറ്റം പറയത്തില്ല. നമ്മുടെ വയ്യാഴികയും ആരും അറിയത്തുമില്ല. മുറ്റമൊക്കെ വൃത്തികേടായി കിടന്ന ആരായാലും മനസ്സിൽ ചിന്തിക്കുന്നത് ഇവർക്കെന്തോ വേറെ ജോലിയും കൂലിയൊന്നും ഇല്ലേ, ഇതൊന്ന് തൂത്തിട്ടൂടെ, ഇങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കത്തുള്ളൂ. 2 ദിവസം കൂടുമ്പോഴാണ് ഞാൻ തൂക്കുന്നത്. ഞാൻ മുറ്റം മാത്രമല്ല, നമ്മുടെ ആ പറമ്പും നല്ല വൃത്തിക്കാണ് തൂത്തിടുന്നത്. പക്ഷെ ഇപ്പം
കരിയിലയാണ്. 2 ദിവസം കൂടുമ്പോൾ തൂത്താൽ പോലും ഒരാഴ്ചയായി തൂത്തിട്ടെന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഇപ്പം അങ്ങ് മടിയാണെന്നേ. കാരണം എത്ര തൂത്താലും ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് അങ്ങ് മടിയായി ഇപ്പോൾ തൂക്കാനായിട്ട്. അവിടെ കിടക്കട്ടെ എന്ന് ചിന്തിക്കും. എങ്കിലും തൂക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളെല്ലാം എല്ലാവരും കുറ്റപ്പെടുത്തത്തുള്ളൂ. കുറച്ച് റാഗിയും അതുപോലെ ചോളപ്പൊടിയും മേടിച്ചായിരുന്നു. കൂടുതലും ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. റാഗിയും ചോളപ്പൊടിയും മാത്രം ഇട്ട് പുട്ടുണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ അരിപ്പൊടിയോടൊപ്പം മിക്സ് ചെയ്ത് ചെയ്യാറുണ്ട്. എങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ദോശ ഉണ്ടാക്കാനാണ്. പലരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ വൈകിട്ടത്തെ ഞങ്ങളുടെ ആഹാരം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പുട്ട് നല്ല ടേസ്റ്റാണ്. അരിപ്പൊടിയോടൊപ്പം ആണെന്നുണ്ടെങ്കിൽ ഈ പൊടി നമുക്ക് നനച്ചെടുക്കാനും എളുപ്പമാണ്. ആ കാണിച്ചത് എന്താണെന്നറിയാമോ? പരിപ്പ് കറി. അപ്പോൾ അത് ഇന്നലത്തെയാണ്. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കൂട്ടാൻ മടിയാണ്. ഒരു ദിവസം കൂട്ടും, പിന്നെ അത് ഫ്രിഡ്ജിലിരുന്ന് കളയത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ തന്നെ കൂട്ടി തീർക്കണം. അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു വഴിയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇച്ചിച്ചിന്ന് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. റാഗിപ്പൊടിയും നമ്മുടെ ചോളപ്പൊടിയും പരിപ്പ് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച്, പരിപ്പിനകത്ത് എന്തൊക്കെയാണ്? പരിപ്പ്, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, തേങ്ങ എല്ലാം ഉണ്ടല്ലോ. അപ്പം ഇനി പരിപ്പ് കറി മാത്രമല്ല, ഡാള് കറി ബാക്കിയുണ്ടെങ്കിൽ ഞാനിതുപോലെ ഗോതമ്പ് ദോശയ്ക്കൊക്കെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ടുള്ള ഒന്നുമില്ലല്ലോ ഇതിനകത്ത്. അതും പ്രോട്ടീനല്ലേ. അത് മാത്രമല്ല മസാലയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടെന്നേ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇത് മിക്സിക്കകത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് ചെറുപയർ കുറച്ച് കുതിർത്തത് കിളിർപ്പിക്കാൻ വേണ്ടി, സ്പ്രൗട്ട്സ് ആക്കാൻ വേണ്ടി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ചേർത്തതാണ്. നമുക്കൊരു പശപ്പ് കിട്ടാൻ വേണ്ടി, നമ്മുടെ ദോശയൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടി. അപ്പം പരിപ്പറി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തതേ ഉള്ളൂ, വേസ്റ്റാക്കാതെ. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുപയർ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് കറി ചേർക്കുന്നുവെങ്കിൽ ഉപ്പ് നോക്കി ചേർക്കാവൂ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് ഞാനൊന്ന് അടച്ച് വെച്ചിരുന്നു. ഇങ്ങനെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, എനിക്ക് വേറെ കുറച്ച് ജോലി ഉള്ളതുകൊണ്ട് 10 മിനിറ്റ് അടച്ച് വെച്ചു എന്നേ ഉള്ളൂ. അതിന് ശേഷം സാധാ ദോശ ഉണ്ടാക്കുന്നത് പോലെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇത്തിരി സോഫ്റ്റ് കുറവാണ് കേട്ടോ. ഭയങ്കര നമ്മുടെ അരിദോശയുടെ കൂട്ട് ഭയങ്കര സോഫ്റ്റ് എന്നൊന്നും പറയില്ല. കാരണം ഉഴുന്നൊന്നും ഇതിൽ ചേർത്തിട്ടില്ലല്ലോ. പക്ഷേ നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. വേണമെന്നുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നന്നായിട്ട് പരത്തിയെടുക്കാം. എനിക്ക് ഇത് നെയ്യിട്ട് ചൂടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ജോസേന് നെയ്യിടുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് ചെയ്തതിന് മാത്രമേ ഞാൻ നെയ്യ് പുരട്ടിയിട്ടുള്ളൂ. ദോശന് നെയ്യ് പുരട്ടാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു കേട്ടോ. ചൂടോടെ തന്നെ കഴിക്കണം. തണുത്ത് കഴിഞ്ഞാലും അത്ര വലിയ ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. കറി നമ്മുടെ സാധാ കറികൾ, ചമ്മന്തിക്കറിയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്ത് കറി വേണമെങ്കിലും സാധാ ദോശയ്ക്ക് എന്തൊക്കെയാണോ അത് കൂട്ടി കഴിക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ ഞാൻ ഈ പയറുകറി ചേർത്തത് കൊണ്ട് കറി ഇല്ലാതെയും കഴിക്കാം. അത്യാവശ്യം നല്ല എരിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, തേങ്ങയുടെയൊക്കെ രുചിയുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ചെറുപയറൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ പരിപ്പ് ചേർക്കാം. നമ്മൾ രാവിലെ ഇത് പരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ വെച്ചതാണ്. എത്ര നേരം നിൽക്കുന്നു? രാവിലെ 5:30 ഇട്ട ഐസാണ്. കണ്ടോ? ഇപ്പോഴും ആ ഐസ് കട്ട അതുപോലെ കിടപ്പുണ്ട്. ഇപ്പം രാത്രി 8 മണി കഴിഞ്ഞു. ഇനി ഫ്രിഡ്ജ് കേടാവുകയാണെങ്കിൽ ഇതേപോലെ ഐസ് ഇട്ടാൽ മതി കേട്ടോ. നോക്കിക്ക്, ആ കട്ട അതുപോലുണ്ട് ഇപ്പോഴും. ഒരു ദിവസത്തെ യാത്രയ്ക്കൊക്കെ പോകുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. വെള്ളമാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നല്ല തണുത്തിരിക്കും. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ്. നിങ്ങൾക്കറിയാമല്ലോ കേരളത്തിലെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഞങ്ങൾ 8 മണിയായപ്പോൾ അതിന് ഐസ് മാറ്റി കേട്ടോ. എനിക്ക് തോന്നുന്നു 24 മണിക്കൂറിൽ കൂടുതൽ ഐസും കിടക്കും. അതിന് ശേഷം ആ തണുത്ത വെള്ളത്തിൽ കിടന്ന് നല്ല തണുപ്പും കിട്ടുമെന്ന് തോന്നുന്നു. നല്ലൊരു സംഭവമാണ്. ദൂരയാത്രയ്ക്ക് വേണ്ടവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ദോശയ്ക്ക് നമ്മുടെ സാധാ ചമ്മന്തിക്കറി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കിയത്. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. അതിന് ശേഷം വന്ന് ഇത്തിരി ഒന്ന് റെസ്റ്റ് എടുത്ത് നല്ല ഒന്ന് ഉറങ്ങി കേട്ടോ. അതിന് ശേഷം തൂപ്പ് തന്നെ എത്ര മണിക്കൂറാണ് പോകുന്നതെന്നറിയാവോ? എല്ലാ സൈഡും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ മുറ്റവും എന്നൊന്നും തൂക്കാറില്ല. ഒന്നിടവിട്ട് ഓരോരുത്തരെ തൂക്കാറുള്ളൂ. ഫ്രണ്ട് ഇൻ്റർലോക്ക് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ജോസാനങ്ങ് തൂക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് ഞാൻ തൂക്കും, കാറ്റൊക്കെ ഒന്ന് അടങ്ങിയ ശേഷം. ദോശ എന്തിൻ്റെയാണെന്ന് ജോസാന് മനസ്സിലായൊന്നുമില്ല. ഗോതമ്പ് ദോശ ഇത്തിരി കട്ടിയായിപ്പോയല്ലോ എന്ന് പറഞ്ഞു. ലാസ്റ്റിലാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തതെന്ന്. അല്ല ആദ്യം തന്നെ പറഞ്ഞ പരിപ്പ് കറിയൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയ്യേ ഇതെന്തോ ദോശ, നീ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് ഞാൻ അതിനകത്ത് എന്തൊക്കെ ഇട്ടു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ.
ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അടുത്ത വ്ളോഗുമായിട്ട് ഉടൻ വരാം. ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ഇടാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.